സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. കൈകൂപ്പി ഞാൻ അവരുടെ അടുത്ത് വന്നത്. സായി ചേട്ടൻ രേണു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി രേണു ചേച്ചിനെ സഹായിച്ചു എന്നൊരു ന്യൂസ് കേട്ടു. ലൈക്ക് ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു നന്മ, അതിനുള്ള സീനല്ല. അത് ഞാൻ ആദ്യം പറയുന്നു. എന്റെ സമാധാനത്തിന് ചെയ്തു. കാരണം എനിക്ക് നാളെ ഈ ക്രിട്ടിക്കൽ രോഗമായിട്ട് നിൽക്കുന്ന ഒരാൾ നാളെ ഞാൻ രാവിലെ നീച്ചാലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യത്തിലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിന്റെ മനസ്സിൽ പോകില്ല. ഞാൻ അത് എന്റെ മൈൻഡ് ഭയങ്കര ഹോണ്ട് ചെയ്തു. ഓക്കെ, സായി അങ്ങനെ ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞു. അദ്ദേഹം രേണുവുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇനി മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യം വരില്ല, അത്രയും വലിയൊരു തുക ഞാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അതൊന്നും കൂടാതെ രേണുസുധിക്ക് എത്ര 7.5 ലക്ഷം രൂപ അവരുടെ സബ് വഴി ഇൻസ്റ്റഗ്രാമിൽ കിട്ടും. പിന്നെ ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ട്രീറ്റ്മെന്റിനുള്ള പൈസ ഒക്കെ കിട്ടും, കുടുംബം നോക്കാനുള്ള പൈസയും കിട്ടും. ഒരുപാട് ആളുകൾ ഇനിയും സഹായിക്കും. ഇതൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ സായിയെ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. സായിക്ക് അങ്ങനെ ഒരു സഹതാപം തോന്നുന്നു, സായി ചെയ്യുന്നു, അതിലിപ്പോ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇതേപോലെ വീട് ചെയ്ത ആളുകളൊക്കെ കഴിയുമെങ്കിൽ കൊടുക്കണം എന്നുള്ളത്. ഞാൻ ഓൾറെഡി എന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്, ആരും സഹായിക്കാനില്ലാതെ ഞാൻ 2-3-4 വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ക്യാൻസർ പേഷ്യൻസ് ഒരുപാടുണ്ട്. അങ്ങനെ സഹായിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രേണുവിനെ സഹായിക്കില്ല. പകരം ഞാൻ രേണുവിനെ കണ്ടോ, ഒരുപാട് ആളുകൾ പൈസ കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ, പാവപ്പെട്ട ആളുകളുണ്ടോ, അവരെ സഹായിക്കുള്ളൂ. എന്റെ നിലപാടിലൊന്നും മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തില്ല. അത് അത്രയേ ഉള്ളൂ. പിന്നെ ഈ സായി എന്ന് പറയുന്ന വ്യക്തി 48ഓളം വീഡിയോ ചെയ്തു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചില വീഡിയോസിൽ വിമർശിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഈ ഇന്റർവ്യൂവിന് അടിയിൽ വന്ന കമന്റുകളിൽ ഫുള്ള് സായി സപ്പോർട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യാത്ത ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എത്ര തെറ്റ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിലും വയ്യാതെ കിടക്കുമ്പോൾ സഹായിച്ചു എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് അതൊരു സന്തോഷമാണെന്നുള്ളതാണ്, സ്നേഹം തോന്നുന്നു എന്നുള്ളതാണ്. സായിക്ക് അത്യാവശ്യം പോസിറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ നെഗറ്റീവ് കമന്റുകൾ കിടക്കുന്നുണ്ട് കേട്ടോ, വെള്ള പൂശാൻ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായി പറഞ്ഞൊരു കാര്യമുണ്ട്, രേണുസുധി എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ അല്ല ആരും ട്രോൾ ചെയ്തും റിയാക്ട് ചെയ്തതും, അവർ ചെയ്യുന്ന ചില പ്രവർത്തികളാണെന്നുള്ളതാണ്. സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ തന്നെ രേണു എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വ്യക്തിഹത്യ ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത്. രേണു എന്ന വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, അപ്പൊ പിന്നെ അതിന് വേറൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം. ഞാൻ ഒരിക്കലും ഇത് ലൈക്ക് ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു നന്മ, അതിനുള്ള സീനല്ല. അത് ഞാൻ ആദ്യം പറയുന്നു. ഞാനിപ്പോ ഈ ഇന്റർവ്യൂ എടുക്കുന്ന തന്നെ രേണുവിന്റെ വീട്ടിൽ പോയി വന്നിട്ടാണ്. ഞാൻ പോലും അറിയാതെ നിങ്ങൾ എന്നെ വിളിച്ച്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു തന്നെ എനിക്ക് ചേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നു. അതാണ് ചേട്ടന്റെ ഡയറക്ഷൻ ഞാൻ ആലോചിച്ചത്. ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇവരെ അറിഞ്ഞെന്നുള്ളത്. അത് ജസ്റ്റ് അവിടെ വെച്ചോളൂ. അത് ഞാനിപ്പോ എന്താ കാര്യം എന്നൊന്നും പറയുന്നില്ല, അത് അവിടെ ഇരുന്നോട്ടെ. എന്തായാലും അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം ആരെ അറിയിക്കാതെ ചെന്നതാണ്. സിജോന്റെ ഫാമിലി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സായിന്റെ ഫാമിലി ചേർന്നിട്ടാണ് ചെന്നിട്ടുള്ളത്. അദ്ദേഹം വാക്ക് പാലിച്ചു, നല്ല കാര്യമാണ്. പറഞ്ഞ വാക്ക് പാലിക്കണം. ഞാൻ പറഞ്ഞ വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഞാൻ പോയി, ഞാൻ കണ്ടു, ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു, ഞാൻ പോകുന്നു. ഞാൻ ചെയ്ത വേറൊന്നുമില്ല. എനിക്ക് ഉറപ്പിച്ചെന്റെ എന്താ പറയാ, എന്റെ നെഞ്ചു തൊട്ട് പറയാം, 48 വീഡിയോ രേണുവിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ രണ്ടായിരിക്കും കൂടുതൽ. പിന്നെ രേണുവിന് എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു എന്ന് പറഞ്ഞുള്ള ആ ഒരു ഹ്യൂമൻ ബീങ്ങിനെതിരെ അല്ല പറഞ്ഞു, അവർ ചെയ്ത സിറ്റുവേഷനെ പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെയാണ്. ആ ഹ്യൂമൻ ബീയിങ് തന്നെയാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഹ്യൂമൻ ബീയിങ്ങിനെ തന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അതിനിപ്പോ ഞാൻ രേണുവിനെ അല്ല, രേണുവിന്റെ നിഴലിലാണ് കുറ്റം പറഞ്ഞതിന് തുല്യമായി എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഇനിയും ഇത്തരം രീതിയിൽ തന്നെയാണ് രേണുസുധി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ റിയാക്ട് ചെയ്യും. രേണുവിന് അതൊരു കാര്യമുള്ള കാര്യമല്ല എന്ന് സായി തന്നെ പറയുന്നു. അവർ നേരിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷെ ഞാനിത് ചെയ്യാൻ കാരണം എന്താ വെച്ചെങ്കിൽ ഇതൊരു മാതൃകയായിട്ട് നാളെ വരണം. കാരണം ഞങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ചീത്തപ്പേര് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വൾച്ചേഴ്സ് പോലെ, ഈ കഴുകൻകുട്ടികളെ പോലെ നമ്മൾ അതേഴ്സ് കണ്ടന്റ് ഫീഡ് ചെയ്യാണ്. നിങ്ങൾ ലീച്ച് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ പലരും ചോദിക്കാറുണ്ട്. യെസ് വി ആർ ആണ്, പക്ഷെ ചെയ്യാൻ പാടില്ലെന്നൊന്നും എവിടെയില്ല. യൂട്യൂബിന്റെ നിയമത്തിൽ എവിടെയില്ല. ഫെയർ യൂസ് പോളിസി ഉള്ളിടത്തോളം കാലം നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ഒരാൾക്ക്, നമ്മൾ ഒരാളെ വെച്ച് ഇത്രയും കണ്ടന്റ് ചെയ്തു, ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ വയ്യായിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ആ വ്യക്തിക്ക് ലൈഫിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ആ വ്യക്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നാളെ ആരെങ്കിലും മുന്നിൽ പോയി കൈ നീട്ടാണെങ്കിൽ ആ വ്യക്തിക്ക് പറ്റാത്ത സിറ്റുവേഷൻ. കാരണം പണ്ട് ഇതിന്റെ ബാക്ക് സ്റ്റോറി എടുത്ത് നോക്കിയാൽ അറിയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ എന്താണെങ്കിലും അവരുടെ പേര് പറഞ്ഞിട്ട് ഇത്ര എമൗണ്ട് ഉണ്ടാക്കി, അത് ഇന്നാൽ കഴിയുന്നത്. ഞാൻ പറയുന്നത് ഒരു അങ്ങനെ എനിക്ക് കഴിയുന്നത്, കാരണം ഈ കിട്ടുന്ന എമൗണ്ട് ഞാൻ ചെലവാക്കിയിട്ടുണ്ടാവും, കാണില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ കഴിയുന്നത് എന്താ സപ്പോർട്ട് ചെയ്യാൻ, അത് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ മാതൃക കാണിച്ചത്. ഓക്കെ, നല്ലൊരു മാതൃകയാണ്. ആരെങ്കിലും ഒക്കെ സഹായിക്കാനുണ്ടാവും, ആരെങ്കിലൊക്കെ ഒന്നല്ല, ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ടാവും. തീർച്ചയായിട്ടും രേണുസുധിയെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇഷ്ടപ്പെടാത്ത ആളുകളും ഈ ഒരു സമയത്ത് അവരുടെ ആ അസുഖം കാരണം തന്നെ, മനുഷ്യന്മാരാണല്ലോ നമ്മൾ, മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് തന്നെ സഹായിക്കും എന്നുള്ളതാണ്. പക്ഷെ സായി പറഞ്ഞു കേട്ടില്ലേ, അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ഇവിടെ. ആ ഫീഡ്ബാക്ക് അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം.
ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇപ്പോൾ രേണുസുധിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അത് വെച്ച് അവർ മുന്നോട്ട് പോകും. അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകാനുള്ള പ്രചോദനം അതിലൂടെ കിട്ടും, സാമ്പത്തികമായിട്ട് കിട്ടും. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കമന്റ് ഒന്നും ഞാനിപ്പോൾ നോക്കാറില്ല എന്നുള്ളത്. പക്ഷെ അവർ കമന്റ് ബോക്സ് നോക്കിയാൽ ഒരു നെഗറ്റീവ് പോലും ഇല്ല, എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് മലയാളികളുടെ പ്രത്യേകതയാണെന്നുള്ളതാണ്. കുറ്റം പറഞ്ഞ ആളുകൾ തന്നെ വയ്യാണ്ട കിടക്കണ കാണുമ്പോൾ തിരിഞ്ഞൊന്നും കുത്തൂല, ഒരു സപ്പോർട്ട് ചെയ്യും. കാരണം നാളെ വേറെ ആർക്കും അഡാപ്റ്റ് ചെയ്യാം. അതിനൊരു വലിയ മനസ്സാണല്ലോ. ഞാൻ ഇന്റെ സമാധാനത്തിന് ചെയ്തു. ഞാൻ പറയുന്നത് ഇന്റെ സമാധാനമുണ്ട്. കാരണം എനിക്ക് നാളെ ഈ ക്രിട്ടിക്കൽ രോഗമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നാളെ ഞാൻ രാവിലെ നീച്ചാലോ പെട്ടെന്ന് ഒരു സാഹചര്യത്തിലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിന്റെ മനസ്സിൽ പോകില്ല. ഞാൻ അതിന്റെ മൈൻഡ് ഭയങ്കര ഹോണ്ട് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഇതിപ്പോ ഞാൻ ഇങ്ങനെ ചെയ്താൽ നാളുകളിൽ നമുക്കുള്ള ചീത്ത പേരും ഈ ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുന്നവർക്കുള്ള ചീത്ത പേരും അതൊന്നും ഒരു എന്താവാ ഓക്കെ നമ്മളൊരു പാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അതിൽ നിന്നും ഊരാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഊരാനും കഴിയുന്നുള്ളത്. കുറെ ആളുകൾ ഇപ്പൊ കൈ കഴുകി ഞങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലട്ടാ എന്ന രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ നിലപാടില്ലായ്മ തന്നെയാണെന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, പണ്ട് കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരെ കമന്റ് ബോക്സിലും കിടക്കുന്നുണ്ട് നീയൊക്കെ നിലപാടില്ലാത്തവനാണെന്നുള്ളത്. ഞാനിപ്പോൾ ആ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടാ ഞാൻ ഇത്രയും നാൾ ചെയ്തൊക്കെ തെറ്റായിരുന്നോ എന്നുള്ളൊരു തോട്ട് തോന്നുന്നു എനിക്ക്. ഇപ്പൊ സായി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്താന്നുള്ളത്. എനിക്ക് മനസ്സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേര് പറയുക എന്നുള്ള കാര്യത്തില്ല, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ആർക്കെങ്കിലും ഇനി ഇതേപോലെ രേണുവിന്റെ കണ്ടന്റ് ചെയ്തവർക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നത് എല്ലായിടത്തും കൊടുക്കുന്നതല്ല, അവനാന്റെ ജീവിതത്തിൽ അവനാൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ കയ്യിൽ ബാങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്നൊരു ഹെൽത്തി എമൗണ്ട് കൊടുത്താൽ അവർക്ക് ഇപ്പൊ ആരും മുന്നിൽ കൈ നിട്ടാൽ മുന്നോട്ട് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. നാളെ അവർ സർവൈവ് ചെയ്ത് തിരിച്ചു വന്നാൽ അവർ വീണ്ടും കോണ്ടന്റ് അല്ലേ നിങ്ങൾ ചെയ്തു, വീണ്ടും കോണ്ടന്റ് ആണ്. അവർ ആരോടും നോ പറഞ്ഞിട്ടില്ല, ഒരാളോട് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് ഇനി കോണ്ടന്റ് ആണ് അവർ. സോറി അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ എടുത്തിട്ട് അവർക്ക് സഹായിച്ചു എന്ന് തന്നെ കൂട്ടുക. തിരിച്ച് അവർ റിക്കവർ ആയി വന്ന് വീണ്ടും അവർ ഇതേ സാധനം തന്നെ ചെയ്യട്ടെ എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ല. ഇനി ഇതേ സാധനം തന്നെ ചെയ്യുകയാണെങ്കിൽ എടുത്ത് റിയാക്ട് ചെയ്തോളൂ, അടിപൊളി. നമ്മൾ വീണ് കിടക്കുന്ന ഒരാളെ എണീപ്പിച്ചിട്ട് പിന്നെ പറയുന്നൊരു ചവിട്ട് ചവിട്ടുമോ? ഇല്ല, ഒരിക്കലും ചവിട്ടൂല എന്നുള്ളതാണ്. പിന്നെ രേണുവിന് കിട്ടും, സാമ്പത്തികമായിട്ട് പലയിടങ്ങളിൽ നിന്ന് കിട്ടും തീർച്ചയായിട്ടും. ലക്ഷ്മി നക്ഷത്രമൊക്കെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അവരുടെ ചാനൽ വഴി അല്ലെ? അതേപോലെ തന്നെ ഇപ്പൊ ഈ ഇന്റർവ്യൂ നടക്കുന്ന ചാനലില്ലേ, ഈ ചാനലിലൊക്കെ എത്രയോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സഹായിക്കൂലേ? എന്റെ വിശ്വാസം അവർ സഹായിക്കും എന്നുള്ളതാണ്. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ ഉണ്ടാക്കിയതിന്റെ ഒക്കെ ഇരട്ടി 10-20 ഇരട്ടി അവരുണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ലക്ഷക്കണക്കിന് വ്യൂ, 1-2 ലക്ഷം അല്ല 20 ലക്ഷം വരെ വ്യൂ ഒക്കെ വന്നിട്ട് അവരെ ചാനലിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ ഏണിംഗ് എത്ര കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ചാനലാണ് ഏറ്റവും കൂടുതൽ രേണുസുധിയെ കുറിച്ചിട്ട് രേണുസുധിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്. ഇതേ ചാനൽ വഴി തന്നെയാണ് അവരുടെ ഈ ഒരു അസുഖം പുറത്തേക്ക് അവർ പറയുന്നത് എന്നുള്ളതാണ്. സായി ചെയ്തത് നല്ല കാര്യമാണ്, സായിയെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ചെയ്യും എന്ന് പറഞ്ഞ കാര്യം ചെയ്തല്ലോ, അതാണ് ആണത്തം. ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട് കിച്ചു രേണു ചേച്ചിയെ കാണാൻ വരുന്നില്ല. അപ്പൊ ചേട്ടനും റിയാക്ഷനിൽ ഇതുപോലെ ഒരു ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചേട്ടൻ എന്തെങ്കിലും പറയാൻ? എന്തായാലും അമ്മയല്ലേ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹാപ്പൻസ്. ഞാൻ എന്റെ അച്ഛനായിട്ട് 2 വർഷത്തിലായിരുന്നു മൂപ്പരെ കാണുന്ന സീനായിരുന്നു. ഇപ്പൊ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച അതൊക്കെ അത്രേ ഉള്ളൂ. അതിനിപ്പോ ചിലർ പറയും ബ്ലഡ് റിലേഷൻ അല്ലല്ലോ, പലതും പറയും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അത് എന്തായാലും കാണും. ഓക്കെ, അതൊക്കെ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്, വന്ന് കാണും, വന്നിട്ടുണ്ടാവും. നമ്മളത് നിരന്തരം പറയുന്നതല്ലേ, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ആ ചെക്കനെ വലിച്ചിടുന്നല്ലേ? പലയിടങ്ങളിൽ വലിച്ചിടുന്നുണ്ട്. പക്ഷെ ഇതൊരു ക്ലാരിഫിക്കേഷൻ ആണ്. സായി പറഞ്ഞു വന്നിട്ടുണ്ടാവും, അതിനർത്ഥം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അവർ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് ആളുകൾ അമ്മയാണ് മോനെ ഒന്ന് വിളിക്കും മോനെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ കിടന്നിട്ട് കുത്തി മറിയുന്നതല്ല. നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതാണ്, ആ പയ്യൻ വിളിച്ചിട്ടുണ്ടാവും. അവരിപ്പോ സമ്പാദിക്കുന്നത് അവന്റെ അമ്മയെ സഹായിക്കാനും കൂടിയുള്ളതാവുമല്ലോ. നിങ്ങൾ എഴുതാപ്പുറങ്ങൾ വായിച്ചിട്ടാണ്. പിന്നെ ആവശ്യമില്ലാതെ രേണു ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഈ അസുഖത്തെ കുറിച്ച് പറയുന്ന വീഡിയോയിലും ഒരു ആളുകൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഋതപ്പരൊക്കെ ചേർത്ത് വെക്കാൻ ആ പയ്യനുണ്ടാവും. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഇട്ട് കൊടുക്കരുത്. ഇത് എല്ലാവരോടും കൂടിയിട്ടാണ്. ഈ കിച്ചുവിനെ ഇട്ട് കൊടുക്കുന്ന കുറെ ആളുകളുണ്ട്. അൽത്ത് ബ്ലോഗൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്, അവൻ എന്തിനാണ് ഇപ്പൊ ഇമാതിരി വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഊളത്തരം പറഞ്ഞിരുന്നത്. അതൊന്നും നമുക്കതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മുമ്പ് ഈ കാര്യം അറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. അതിപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. ഈവൻ നമ്മൾ ആ പഴയ സമയത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലേ. ഈവൻ ഞാനായാലും ക്വസ്റ്റ്യനിലൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് ശരിക്കും കണ്ടിട്ടുള്ളവർക്ക് അറിയാലോ, ചോദിച്ചിട്ടുണ്ട് എന്തിനാ സബ്സ്ക്രിപ്ഷൻ ഓരോന്ന് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മനസ്സിലാവുന്നവര് പൈസക്ക് വേണ്ടിയിട്ടാണ്, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ്. എന്തുവാടേ ഇത് വീണ്ടും തന്നെ അതിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മളത് ഒഴിവാക്കുന്നു. ആ വിഷയം ഒഴിവാക്കാൻ നോക്കുമ്പോ വീണ്ടും ഇതിലേക്ക് തന്നെ നയിക്കുന്നത്. ഇന്റർവ്യൂ റീച്ച് വരണം, അതിനാണ് ഈ വാക്കുകളൊക്കെ ചോദിക്കുന്നത്. അവർ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഇതിനാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇവിടെയുള്ള യൂട്യൂബർമാർക്കും ഒക്കെ അറിയാം. ഷെഫിന ബീവി ഒക്കെയാണ് ആദ്യം ഈ അസുഖത്തെ കുറിച്ച് പറയുന്നത്. ആ സമയം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിനുശേഷമാണ് അവരൊന്നും കൂടി കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്.
ഓക്കെ, ഞാനിനി അതിലേക്ക് കടക്കണില്ല. ഇവർ ആവശ്യമില്ലാതെ അതിലേക്ക് വലിച്ചു കിഴക്കുന്ന പോലെ. സബ്സ്ക്രിപ്ഷൻ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, എന്താണ് ഈ സബ്സ്ക്രിപ്ഷനിൽ മോശം? ഞാൻ പറയട്ടെ, സബ്സ്ക്രിപ്ഷൻ തന്നെ വെച്ചത് എന്തിനാ? കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് കാണും വേണം എന്നൊരു കുറ്റം പറയും, അതിനകത്ത് ലീക്കാക്കുകയും ചെയ്യും. അതെടുത്ത് ലീക്കാക്കും. ഞാനതാ ചിന്തിച്ചേ, നിങ്ങൾ പൊട്ടന്മാരാണ്. സബ്സ്ക്രിപ്ഷൻ വെക്കുന്നേ വേണ്ടവൻ ആവശ്യക്കാരൻ കാശ് കൊടുത്ത് കണ്ടോറാണ്, പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്നില്ല. ഇല്ല, അവര് പ്രൈവറ്റ് ആയിട്ടാണ്. ഇനി ഇതിൽ വലിയ നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ന്യൂഡിറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ അടുത്ത് പുറത്തു കളയും. അതിന് സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ന്യൂഡിറ്റി ഇട്ടാലും പുറത്തു കളയും. ഇവിടുത്തെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ആലോചിക്കുന്ന ആൾക്കാർ, ഒരു ക്ലീവേജ് കണ്ടാലോ നേവൽ കണ്ടാലോ അത് മതിയോ, അത് പോയോ, തീർന്നോ നിങ്ങൾക്ക്? അവർക്ക് എന്തോ വലിയ അപരാധമാണ് ഈ കാണിച്ചു ഏത് ഈ വീഡിയോസിൽ വന്ന് കാണിക്കുന്ന പരിപാടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പഴയ പുസ്തകങ്ങൾ നോക്ക്, പുരാതന പുസ്തകങ്ങൾ. ഈ സെറ്റപ്പ് തന്നെ ദേവദാസിമാർന്നൊക്കെ പറയും, രാജകുമാര ദാസിലൊക്കെ. എന്റെ പൊന്നെ, ഇതിന് ഈ രീതിയിലേക്ക് ആക്കുക എന്നൊക്കെ പറയുമ്പോ അതെനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിലൂടെ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് ഞാൻ ഈ കാണിക്കണ. ഇപ്പൊ ഞാൻ കാണിച്ച എന്താവും എന്റെ അവസ്ഥ? നെഗറ്റീവ് പറയുന്നവരും പോസിറ്റീവ് പറയുന്ന ആളുകളും നമ്മുടെ കമന്റ് ബോക്സിന്റെ അടിയിലും തല്ലുണ്ടാക്കും. അതുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ ഒരു പുരോഗമനമായിട്ടാണ് എല്ലാവരും കാണുന്നത് തോന്നുന്നത് കേട്ടോ. അതായത് ശരീരം പ്രദർശിപ്പിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ നിസ്സാരവൽക്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്, എല്ലാ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇപ്പൊ താങ്കൾ ചിന്തിച്ചതുപോലെ എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിന്തിച്ചില്ലേ? അതുപോലെ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. രേണുസുധിയുടെ പഴയ വീഡിയോസിന്റെ അടിയിൽ പോയ കമന്റ് നോക്കി നോക്ക്, അപ്പൊ മനസ്സിലാവും എന്നുള്ളതാണ്. ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഒരുപാട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സലിയും. അത് മനസ്സിലാക്കണം, സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സലിയും. നമ്മളെ മനസ്സലിയില്ല എന്നല്ലത്, അവരെക്കാണ് ഒന്നുകൂടി കൂടുതലായിട്ട് അത് കണക്ട് ആവുക എന്നുള്ളതാണ്. അയ്യോ വയ്യ, പെട്ടെന്ന് രൂപം മാറുകയല്ലേ. കീമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് രൂപം മാറും, മുടിയൊക്കെ കൊഴിഞ്ഞു പോകും, ആകെ എല്ല് പോലെ ആവാനുള്ള സാധ്യതകളുണ്ട്. പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല ആരോഗ്യമുള്ള ആളുകളൊക്കെ ചുരുങ്ങി പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ആ ഒരു സംഭവം സ്ത്രീകളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാവും. അപ്പൊ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. പഴയ കാര്യങ്ങളൊന്നും ഇനി ഇന്റർവ്യൂകളിലൂടെ കുത്തിപ്പൊക്കരുത്, ദയവ് ചെയ്ത് കുത്തിപ്പൊക്കരുത്. പിന്നെ കിച്ചു പോയിട്ട് കണ്ടിട്ടുണ്ടാവാം, വിളിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഇന്റർവ്യൂവിൽ പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ തന്നെ രേണുവിന്റെ അവസ്ഥ നമ്മൾ അവരുടെ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അവരെ സഹായിക്കാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. കഴിയുന്ന ആളുകൾ ചെയ്യണം കേട്ടോ, കഴിയുന്ന ആളുകളൊക്കെ ചെയ്തോളൂ. ഞാൻ എന്റെ നിലപാട് പറഞ്ഞോളൂ. ഞാൻ 2 വീഡിയോയിലായിട്ട് കൃത്യമായിട്ട് കാണിച്ചാണ്. അത്രയും പാവപ്പെട്ട ആളുകളുണ്ടോ, ഒരാൾ തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ടോ, അതിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ട്, അതിൽ സെലിബ്രിറ്റികളല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെയും കൂടി നിങ്ങളൊന്ന് ചേർത്ത് വെക്കണം. അത്തരം വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ, നിങ്ങൾ പൈസ ഇട്ട് കൊടുത്തില്ലെങ്കിലും വേണ്ടിടോ, നിങ്ങൾ ഒരു ദിവസം സ്റ്റോറി ആക്കിയിടോ, നിങ്ങൾ ഒരു വട്ടം ഷെയർ എങ്കിലും ചെയ്താൽ മതി. അതിലൂടെ ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും കിട്ടിക്കോളും എന്നുള്ളതാണ്. ഇപ്പൊ ഈ വീഡിയോക്ക് ലക്ഷക്കണക്കിന് വ്യൂ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കണ്ടിട്ട് അവരെ സഹായിക്കാൻ ആളുകളുണ്ടാവും. അതാണ് നമ്മൾ നിരന്തര സ്ക്രീനിലൂടെ അങ്ങനെ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും, അത് കൊടുക്കും. അത്രേ ഉള്ളൂ. നേരെ തിരിച്ച് ഒന്നുമില്ലാത്ത പാവപ്പെട്ട ആളുകളെ, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളുണ്ടാവും, അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് വിഷയത്തിൽ പറയാനുള്ളൂ. സായി പറഞ്ഞ വാക്ക് നിറവേറ്റി, നല്ല കാര്യമാണ്. അങ്ങനെ പറഞ്ഞ വാക്കുകൾ നിറവേറ്റുക തന്നെ വേണം. ഞാൻ എന്റെ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു. വീണ്ടും പരപതി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പടപ്പാൾ സൈനിങ് ഓഫ്.